ആ ഫ്രണ്ട്സ്, ഇവിടെയാണ് ഇന്നത്തെ ദിവസം നമ്മൾ ചെലവഴിക്കാൻ പോകുന്നത്. മേഡം ഇതിന് മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടോ? ഓ, ഇന്ന് നിങ്ങൾ ഇവിടെ കൊണ്ടുവരാൻ വഴി പഠിക്കണ്ടേ? മാനേജ്മെന്റ് പറഞ്ഞ കാരണം ഞങ്ങൾ ചിലർ ഇവിടെ വന്നു. ഭക്ഷണമൊക്കെ എങ്ങനെയാ? അതിനുള്ള ഏർപ്പാടൊക്കെ അകത്തുണ്ട്. ചേട്ടാ ഞാനും ഉണ്ട്. ചേട്ടാ മുട്ടരുത് തുറക്ക നീ അടച്ചു ചേട്ടാ. എന്റെ ദൈവമേ, ഇവിടെ ഉണ്ടോ? ഞാൻ പറയാം, എല്ലാം എന്റെ ആൾക്കാരാണ്. അതെ, ലവ് ലാൻഡിന്റെ ഉടമസ്ഥൻ അനാഥനായ ബാലു. അയാളെ നിങ്ങൾ കണ്ടിട്ടുള്ളൂ. സ്വാതന്ത്ര്യത്തിന് വേണ്ടി മുറവിളി കൂട്ടുന്ന ഒരുപറ്റം തീവ്രവാദികളുടെ നേതാവായ ബാലചന്ദ്രൻ നിങ്ങൾ കണ്ടിട്ടില്ല. ആവേശമൊന്നും വേണ്ട. ചാവാറായ കുറെ കിഴവന്മാർക്ക് സുഖവാസം ഒരുക്കി പുണ്യം കിട്ടാൻ വേണ്ടിയല്ല ഞാൻ ലവ് ലാൻഡ് തുടങ്ങിയത്. പാവപ്പെട്ട കുറെ പെൺകുട്ടികൾക്ക് ശമ്പളം കൊടുത്തവരുടെ കുടുംബം നന്നാക്കാനോ അല്ല ഞാനത് തുടങ്ങിയത്. ഞങ്ങളുടെ കുറെ സഹോദരന്മാർ സർക്കാർ ജയിലിലുണ്ട്. നിങ്ങളെ വെച്ച് വേണം എനിക്കവരെ മോചിപ്പിക്കാൻ. ഞാൻ ആഭ്യന്തരമന്ത്രിയാണ്. നിങ്ങളാണ് എന്റെ ഏറ്റവും വലിയ ഇര. ഇത് വഞ്ചനയാണ്. വഞ്ചന? അതെ, ശരി. വർഷങ്ങളായി ഞങ്ങളുടെ ആൾക്കാരോട് നിങ്ങളുടെ സർക്കാർ കാട്ടുന്ന വഞ്ചന ഒരുത്താൻ ഞങ്ങൾ വെറുതെ വിടില്ല. ഞങ്ങളുടെ കാര്യങ്ങൾ സാധിക്കുന്നവരെ എല്ലാവരുടെ മുഖങ്ങൾ വീഡിയോയിൽ പകർത്തണം. ബന്ധപ്പെട്ടവർക്ക് അയച്ചു കൊടുക്കാൻ. എന്തേ കമോൺ. ഇത്രയും വലിയൊരു കിഡ്നാപ്പിംഗ്, അതും സൗത്ത് സൈഡിൽ ഫസ്റ്റ് ടൈം. മാസങ്ങൾക്ക് മുൻപ് കേരള പോലീസിന്റെ പിടിയിലായ ടെററിസ്റ്റുകളെയാ അവരെ ആവശ്യപ്പെടുന്നത്. സർ, അവങ്ങളെ എപ്പടി റിലീസ് பண்ண முடியும்? സർ, മുടിയാതെ. അങ്ങനെ ചെയ്താൽ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് എന്ത് വിലയാ ഉണ്ടാകുക? അപ്പൊ அவங்க കസ്റ്റഡിയിൽ ഇരിക്കുന്ന വിഐപിസ്? യെസ്, പോലീസ് കസ്റ്റഡിയിൽ ഇരിക്കുന്ന ടെററിസ്റ്റുകളെ വിട്ടുകൊടുക്കാതെ തന്നെ അവരുടെ കസ്റ്റഡിയിൽ ഇരിക്കുന്ന വിഐപിസിനെ പുറത്തു കൊണ്ടുവരണം. അതെപ്പടി സർ? വഴിയെടുക്ക്. മിസ്റ്റർ വിജയകൃഷ്ണൻ, ഇത്തരം സിറ്റുവേഷൻ നേരിടാൻ സ്പെഷ്യൽ ട്രെയിനിങ് ലഭിച്ച ഓഫീസർ എന്ന നിലയ്ക്ക് താങ്കളുടെ അഭിപ്രായമാണ് എനിക്കറിയേണ്ടത്. അവരുടെ ഒളിവ് സങ്കേതം എവിടെയാണെന്ന് അറിയാത്ത സ്ഥിതിക്ക് അത് കണ്ടുപിടിക്കണം. ശ്രമിക്കാം സർ. ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് എന്തൊക്കെ സൗകര്യങ്ങളാണ് വേണ്ടത് അത് പറയൂ. ഇത്തരം ഒരു സാഹചര്യത്തില് വലിയൊരു ഗ്രൂപ്പ് അറ്റാക്കിനേക്കാൾ നല്ലത് ഗറില്ല ഓപ്പറേഷൻ തന്നെയാണ് സർ. മിസ്റ്റർ വിജയകൃഷ്ണൻ അല്ലാതെ ഗറില്ല ഓപ്പറേഷൻ ട്രെയിനിങ് ലഭിച്ചവർ ഇവിടെ ആരും ഇല്ലെന്നറിയാം സർ. മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് കൊണ്ടുവരാനുള്ള സമയമില്ല. അതുകൊണ്ട് ഇവിടുത്തെ മിലിറ്ററി വിങ്ങിൽ നിന്നും ട്രെയിനിങ് ലഭിച്ചൊരു 4 പേരെ നമുക്ക് വിട്ടുകിട്ടണം സർ. അത് ഡിപ്പാർട്ട്മെന്റിന് ഒരു ക്ഷീണവും വരില്ല. അത് വേണം സർ. എനിക്ക് വല്ല ആവശ്യം ഉണ്ടായിരുന്നു ഇതിനകത്ത് വരാൻ? അടച്ച വാതിൽ തള്ളി തുറന്നകത്ത് കയറിയതാ. ഇത് മനത്തപാതാനത്തോടുകൂടി ഇവിടെ ഇരുത്തൂല. ഇതാ പറഞ്ഞത്, കള്ളന് പോലീസിന് മരണം ഒരുപോലെ തന്നെയാ. നായരേട്ടൻ പറഞ്ഞ വളരെ ശരിയാ. ഇതൊന്നും നിങ്ങൾക്ക് അറിയില്ല എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്. ലവ് ലാൻഡിൽ ജോലി ചെയ്യുന്നത് ഒഴിച്ചാൽ മറ്റൊന്നും ഞങ്ങൾക്കറിയില്ല. നിങ്ങളെപ്പോലെ തന്നെ പത്രപരസ്യം കണ്ട് ഇന്റർവ്യൂവിന് വന്ന് ജോലിക്ക് ജോയിൻ ചെയ്യാൻ ഞങ്ങളും. ഇനിയിപ്പൊ പരസ്പരം കുറ്റം പറഞ്ഞിട്ട് എന്തിനാ? എല്ലാരും പെട്ടുപോയില്ലേ? ഇനി ഇപ്പൊ ഈ സർക്കാരിന്റെ കാലത്ത് നമ്മളെ വെളിയിൽ വിടുവോന്നാ സംശയം. അല്ലെങ്കിൽ നമ്മുടെ ഭരണം വരണം. മന്ത്രി അടക്കം അവിടെ അകത്തെടുക്കുമ്പോഴാണ് അവന്റെ ഒരു ഇത്. തടവിലായ മന്ത്രിക്ക് ഇനി നാട്ടിൽ ചെന്നാൽ എന്ത് വിലയാണാവോ? ഈ ഒരൊറ്റ കാരണം മതി മന്ത്രിസഭ താഴെ പോവാൻ. ഇത്തരം തിക്താനുഭവങ്ങൾ ഒരു സാഹിത്യകാരന്റെ ജീവിതത്തിൽ അനിവാര്യമാണ്. കഷ്ടതകൾ അനുഭവിച്ചാലേ നവനവങ്ങളായ സൃഷ്ടികൾക്ക് ജന്മം നൽകാനാവൂ. അതെ, ഇവിടുന്ന് ജീവനോടെ പുറത്തിറങ്ങിയിട്ടല്ലേ തന്റെ നവ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. സുഖം തന്നല്ലേ? ഞങ്ങൾ എന്ത് തെറ്റാ ചെയ്തത്? ആരും തെറ്റ് ചെയ്യുന്നില്ല. എല്ലാവരും ശരിയാ ചെയ്യുന്നത്. ഈ ഞാനും.
കൂട്ടത്തിൽ ഒരാളുടെ ഡെഡ് ബോഡി തെരുവിലെത്തി. നാടോട്ട് പ്രക്ഷോഭം തുടങ്ങിയിരിക്കുക. സ്ഥലം അറിയാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സാർ? എന്തെങ്കിലും വിവരം കിട്ടുമെന്നുള്ള ശുഭാപ്തി വിശ്വാസത്തിൽ തന്നെയാണ് ഞാനിപ്പോഴും. ഇപ്പോഴെങ്കിലും മോളെന്ന് അമ്മയെന്ന് വിളിച്ചത്. അരുത് കുഞ്ഞെ, കുഞ്ഞെ അരുത്, പ്ലീസ് കുഞ്ഞെ, അരുത്. ഇക്കണക്കിന് പോയാൽ നമ്മൾ ആരും രക്ഷിക്കാനായി ചെല്ലേണ്ടി വരില്ല. മിനിസ്റ്ററോട് മറുപടി പറയേണ്ടത് ഞാനാ. ഭരണക്കസേരയുടെ കാലുറപ്പിക്കാൻ വേണ്ടി ചാവേറ പിടകളെ പോലെ വളർത്തിയെടുത്തല്ലേ ഗ്രൂപ്പിലേക്ക്. എന്നിട്ടിപ്പോ മിസ്റ്റർ വിജയകൃഷ്ണൻ, നിങ്ങളെ കൊണ്ട് പറ്റുമോ? അതാ എനിക്കറിയേണ്ടത്. യാതൊരു തുമ്പും കിട്ടാതെ ഓടി ചെന്നവരെയൊക്കെ കണ്ടുപിടിക്കാനുള്ള മാന്ത്രിക ശക്തിയൊന്നും എനിക്കില്ല. വിജയകൃഷ്ണൻ, സോറി സാർ. എങ്ങനെ ഇവിടെ രക്ഷപ്പെടേണ്ട രുദ്രംപിള്ളേ? അതറിയാമായിരുന്നു, നമുക്ക് ഇങ്ങനെ ഇവിടെ ഇരിക്കേണ്ടി വരുമായിരുന്നു. ഞാൻ എന്റെ സെറ്റ് കൊണ്ടുവരാനും മറന്നു. ട്രാവലിംഗ് സെറ്റാ? വയർലെസ് സെറ്റ്. വെടിവെക്കരുതേ, വെടിവെക്കരുതേ. എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എനിക്കൊന്ന് മൂത്രം ഒഴിച്ചാൽ കൊള്ളാം. ഓ, ഒഴിച്ചു കഴിഞ്ഞു. ഇനി അങ്ങോട്ട് പോണമെന്നില്ല. എന്നാലും പോവാ. ചേട്ടാ, ആൾക്കാരെ തരുത്തി പിടിച്ചാലോ കൊല്ലണം. ഞങ്ങളെ കൊല്ലാൻ കൊണ്ടോളേ. ഞങ്ങളെ തട്ടി ഒന്നും കിട്ടൂല. എന്നെ തോക്കേട്ടാ. ഞങ്ങളെ ഇതൊക്കെ ഇവര് പ്രശ്നക്കാരാ. ഇത് ഞാനാ, രുദ്രംപിള്ള. രുദ്രംപിള്ള എത്രയും പെട്ടെന്ന് കൺട്രോൾ റൂമിലേക്ക് വയർലെസ് മെസ്സേജ് കൊടുക്കണം സാർ. ഈ തോക്കൊന്ന് പിടിച്ച് ഞാൻ പോയി വേഷം ഒന്ന് മാറി, അല്ലെങ്കിൽ അവന്മാർക്ക് സംശയം തോന്നും. ഞാൻ പറഞ്ഞില്ലേ സാർ, എന്തെങ്കിലും ഒരു തുമ്പ് കിട്ടാതിരിക്കില്ലെന്ന്. നീലഗിരി കുന്നുകളുടെ വടക്കേറ്റത്തുള്ള കാടുകൾക്കുള്ളിൽ അവിടെ ഒരു ദ്വീപുണ്ട്. അവിടെയാണ് അവരുടെ സങ്കേതം. ഇനി സമയം വൈകണ്ട. സർ, മിലിറ്ററി ഓഫീസേഴ്സിന്റെ കാര്യത്തിൽ ഞാൻ ഓർഡർ വാങ്ങിച്ചിട്ടുണ്ട്. സർ, വിഷ് യു ഓൾ സക്സസ്. താങ്ക് യു സർ.